Hi, hello മക്കളെ, വെൽക്കം ബാക്ക് ടു എജ്യൂപോർട്ട് ഇംഗ്ലീഷ് ക്ലാസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം വരുന്ന താമസാണ്. ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെസൺസിൽ ഒന്നാണ് കേട്ടോ. സോ ഇതിന്റെ അകത്ത് നിന്ന് ആക്ച്വലി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ലെറ്റർ ടു ദ എഡിറ്റർ അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ കാണാറുള്ളത്, അല്ലെങ്കിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. സോ ഇതിന്റെ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ്, ഈ ലെസന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നമ്മൾ വായിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ കേട്ടറിവുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ലെസന്റെ അകത്ത് വരുന്ന ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടി കഴിയുന്നുള്ളതാണ് കേട്ടോ. എന്നാലും ഈ ലെസന്റെ അകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങൾ മറന്നു പോകരുത് അല്ലെങ്കിൽ നിങ്ങൾ ഒഴിവാക്കി വിടാൻ പാടില്ലാത്ത കുറച്ച് കീ പോയിന്റ്സ് ആണ് മിസ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നത്. സോ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടല്ല, നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനുള്ള ഉറപ്പായിട്ടും ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. പിന്നെ നിങ്ങൾ എന്തായാലും അഭിപ്രായം കമന്റ് ചെയ്യുക ചെയ്യുക കേട്ടോ. അതിനു മുൻപ് മിസ് വേറെ കാര്യം പറയട്ടെ, നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങൾ നീറ്റ് JEE സ്വപ്നം കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് എജ്യൂപോർട്ടിന്റെ റിപ്പീറ്റേഴ്സ് ക്യാമ്പസിൽ 100% സ്കോളർഷിപ്പോട് കൂടി പഠിക്കാനുള്ള വലിയൊരു ചാൻസ് ആണ് വരാൻ പോകുന്നത്. നമുക്ക് January 4th സൺഡേ, ഓക്കെ, 2026 നിങ്ങളുടെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ January 4th സൺഡേ നമ്മുടെ ESAT എക്സാംസ് ആണ് കേട്ടോ. യെസ്, അപ്പം 90+ സെന്റേഴ്സിലാണ് ഈ എക്സാം നടക്കുന്നത്. നമ്മുടെ രജിസ്ട്രേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് താഴെ അതിന്റെ ലിങ്ക് ഒക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ് കേട്ടോ. യെസ്, അപ്പൊ നമ്മുടെ ESAT എക്സാം നിങ്ങൾക്ക് 100% സ്കോളർഷിപ്പോട് കൂടി പഠിക്കാനുള്ള, നിങ്ങൾക്ക് നീറ്റ് JEE എന്ന് പറഞ്ഞ നിങ്ങളുടെ വലിയ സ്വപ്നത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പ് വെക്കാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. സോ ഇത് നിങ്ങൾ മിസ് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഒരുപാട് പേര് ഇപ്പം മിസ് കഴിഞ്ഞ വർഷമൊക്കെ ക്യാമ്പസിലൊക്കെ പോയപ്പോൾ കണ്ടിട്ടുള്ളതാണ്, കുറേ കുട്ടികൾ നല്ല രീതിക്കുള്ള സ്കോളർഷിപ്പ്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 100% സ്കോളർഷിപ്പ് മാത്രമല്ല, ESAT എഴുതുകയാണെന്നെങ്കിൽ അതിന്റെ മാർക്കിനെ ബേസ് ചെയ്തിട്ട് എന്താ പറയുക, നിങ്ങൾക്ക് പല രീതിക്കുള്ള സ്കോളർഷിപ്സ് അല്ലെങ്കിൽ പല രീതിയിൽ ഫീസ് അളവുകൾ കിട്ടാനുള്ള വലിയ സാധ്യതയാണുള്ളത്. സോ ഈ എക്സാം ഉറപ്പായിട്ടും എഴുതിയിടുക. എക്സാം എഴുതിയിട്ടില്ലാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അങ്ങനത്തെ ഒരു ഫീ റിഡക്ഷൻ അല്ലെങ്കിൽ സ്കോളർഷിപ്പ് കിട്ടാനുള്ളൊരു സാധ്യതയില്ല. സോ എക്സാം ഉറപ്പായിട്ട് എഴുതുക കേട്ടോ. യെസ്, അപ്പൊ നമുക്ക് നമ്മുടെ ലെസൺ നോക്കാം അല്ലേ. Discovery of drugs helps cure diseases, but people begin to believe that every physical or emotional problem can be solved by taking pills. So എന്താണ് ആദ്യം തന്നെ പറയുന്നത്, ഈ ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ ആക്ച്വലി അതിനെ വളരെ കൺവെൻഷണൽ ആയിട്ടൊരു ടേം പറയുമ്പോൾ നമ്മൾ മരുന്നുകൾ എന്നുള്ള രീതിക്കാണ് കേട്ടോ. അപ്പോൾ ഡിസ്കവറി ഓഫ് ഡ്രഗ്സ് ഹെൽപ്സ് ക്യൂർ ഡിസീസസ്, നമുക്ക് നമ്മുടെ എന്തെങ്കിലും അസുഖങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ഡ്രഗ്സ് അല്ലെങ്കിൽ മരുന്നുകൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ മരുന്നുകൾ എന്നുള്ള രീതിക്ക് കാണുക. ബട്ട് പീപ്പിൾ ബിഗിൻ ടു ബിലീവ് ദാറ്റ് എവറി ഫിസിക്കൽ ഓർ ഇമോഷണൽ പ്രോബ്ലം ക്യാൻ ബി സോൾവ് ബൈ ടേക്കിംഗ് പിൽസ്. ശരീരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇമോഷണലി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇതൊക്കെ മാറാനായിട്ട് മരുന്നുകൾ എടുക്കാം എന്നുള്ള ഒരു ബിലീഫിലേക്ക് എത്തുമ്പോഴാണ് അതൊരു ഡ്രഗ് അബ്യൂസിലേക്ക് മാറുന്നത്. പീപ്പിൾ മിസ്യൂസ് പെപ്പ് പിൽസ്, ട്രാൻക്വിലൈസേഴ്സ് ആൻഡ് ആംഫെറ്റമിൻസ് എക്സ്പെക്ടിങ് ഇൻസ്റ്റന്റ് റിലീഫ്. അതായത് പെട്ടെന്ന് ഇപ്പം ഒരു തലവേദന വരുമ്പം അല്ലെങ്കിൽ ഒരു ജലദോഷം വരുമ്പം, അതായത് വളരെ ആ രോഗത്തിനെ അല്ലെങ്കിൽ രോഗത്തിനെ ചികിത്സിക്കുന്ന പകരം രോഗലക്ഷണത്തിന് നമ്മൾ ഇങ്ങനെ ചെറിയ മെഡിസിൻസ് എടുത്ത് ചിലപ്പോൾ ഒഴിവാക്കുമായിരിക്കും ചെയ്യുന്നുണ്ടാവുക അല്ലേ. ദിസ് ഓവർ ഡിപ്പെൻഡൻസ് ലീഡ്സ് ടു ഡ്രഗ് അബ്യൂസ്. അതായത് എന്തെങ്കിലും ചെറിയൊരു കാര്യത്തിന് അപ്പോഴത്തേക്കും മരുന്ന് കഴിക്കുക എന്നുള്ളത് ആക്ച്വലി ഡ്രഗ് അബ്യൂസിന്റെ ഒരു ഭാഗമാണെന്നാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ. ദ ഓഥർ ഡിസ്റ്റിംഗ്വിഷസ് മെഡിസിനൽ ഡ്രഗ്സ് ഫ്രം സെൻഷ്യൽ ഡ്രഗ്സ്. ഇനി മരുന്നുകൾ എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് മെഡിസിനൽ ഡ്രഗ്സ് ആണ്, അതായത് നമുക്ക് പനി വരുമ്പം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അസുഖം വരുന്ന സമയത്ത് കഴിക്കുന്നത് നമ്മൾ മെഡിസിനൽ ഡ്രഗ്സ് എന്ന് പറയും. ഇതല്ലാതെ സെൻഷ്യൽ ഡ്രഗ്സ് എന്ന് പറഞ്ഞ വേറൊരു ടൈപ്പ് ഡ്രഗ്സ് ഉണ്ട്. ഈ സെൻഷ്യൽ ഡ്രഗ്സ് എന്നുള്ളതാണ് നമുക്ക് എന്താ പറയാ, നമ്മുടെ നെർവ്സിന് അല്ലെങ്കിൽ നമ്മുടെ ന്യൂറോടോക്സിൻസിനെ ഒക്കെ ആക്ടിവേറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു മൊമെന്റിൽ ഒരു പ്ലഷർ ഫീൽ ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക ഒരു ഹൈറ്റൻഡ് അവസ്ഥയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ്സിനെയാണ് ഈ പറഞ്ഞ സെൻഷ്യൽ ഡ്രഗ്സ് എന്ന് പറയുന്നത് കേട്ടോ. യെസ്, മെഡിസിനൽ ഡ്രഗ്സ് ക്യൂർ ഇൽനെസ്. അപ്പം നമ്മൾ കഴിക്കുന്ന മെഡിസിനൽ ആയിട്ടുള്ള ഡ്രഗ്സ് എന്താണ്, അസുഖങ്ങൾ മാറ്റുന്നു. വൈൽ സെൻഷ്യൽ ഡ്രഗ്സ് ഗിവ് അൺനെസസറി പ്ലഷർ. അതായത് ഇങ്ങനെയുള്ള എന്താ പറയാ സെൻഷ്യൽ ഡ്രഗ്സ് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയ പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സങ്കടത്തിൽ ഇരിക്കുമ്പോഴായിരിക്കും ഈ ഒരു ഡ്രഗ്, നോട്ട് മരുന്ന്, ഈ ഡ്രഗ് കഴിക്കുന്നുണ്ടാവുക. അപ്പൊ ഒരു ഭയങ്കര ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു ഭയങ്കര നല്ല ഫീലിംഗ് കിട്ടും. പിന്നെ ആക്ച്വലി നമ്മളെ ബോഡിക്ക് എന്താ പറയാ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് ഹാപ്പിനെസ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ പ്ലഷർ കണ്ടുപിടിക്കാനുള്ളൊരു വഴി ഇല്ലാതാവുകയാണ് ചെയ്യുക. അങ്ങനെ അതായത് ഒരാൾക്ക് ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യണം അല്ലെങ്കിൽ ഒരാൾക്ക് നല്ലൊരു ഗുഡ് ഫീലിംഗ് വരണമെന്നുണ്ടെങ്കിൽ ഈ സാധനം ഉണ്ടെങ്കിലേ ആ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഗുഡ് ഫീലിംഗ് വരാൻ പറ്റുള്ളൂ. അതായത് ഒരു ചെറിയ കുട്ടി ആക്ച്വലി എന്താണ്, ആ ചെറിയ കുട്ടി ഇങ്ങനത്തെ ഡ്രഗ് വല്ലതും കഴിച്ചിട്ടാണോ ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും കാലം നമ്മൾ ചിരിച്ചുകൊണ്ടിരുന്ന അങ്ങനെയാണോ? അല്ല. പക്ഷേ വൺസ് യു സ്റ്റാർട്ട് ഓർ യു ബിഗിൻ ടു യൂസ് ദിസ്, നിങ്ങൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് വേണമെങ്കിൽ ഇത് വേണം എന്നുള്ളൊരു നിർബന്ധമായിട്ട് മാറുന്നതാണ്. അപ്പൊ നമ്മുടെ ഹിപ്പോക്രറ്റ്സിന്റെ കാര്യം പറയാനല്ലേ. ഹിപ്പോക്രറ്റ്സ് ആരാണ്? ഫാദർ ഓഫ് മോഡേൺ മെഡിസിൻ ആണല്ലേ.
taught that medicines should suit the disease and the patient and that healthy people should avoid unnecessary drugs. So ഹിപ്പോക്രറ്റ്സ് പറഞ്ഞിട്ടുള്ള എന്താണ്, ഒരു മരുന്ന് ആ രോഗിക്കും രോഗത്തിനും ചേരുന്ന രീതിക്കുള്ളതായിരിക്കണം. എന്തെങ്കിലും മരുന്നുകളല്ല കൊടുക്കേണ്ടത്, suit the disease and the patient, രോഗത്തിനും രോഗിക്കും ചേരുന്ന രീതിക്കുള്ള മരുന്നുകളായിരിക്കണം. ആൻഡ് that healthy people should avoid unnecessary drugs, ആരോഗ്യമുള്ള ആൾക്കാർ അനാവശ്യമായിട്ടുള്ള മരുന്നുകൾ മയക്കുമരുന്നുകൾ ഒന്നും ഉപയോഗിക്കരുത്. Essential drugs stimulate the pleasure centers of the brain, disturbing its natural chemical control. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് നമുക്ക് നാച്ചുറലി നമുക്ക് ഹാപ്പി ആവാനുള്ള, നാച്ചുറലി നമുക്ക് ഉറങ്ങാനുള്ള, നാച്ചുറലി നമുക്ക് അല്ലെ ഒരു ഗുഡ് ഫീലിംഗ് കിട്ടാനുള്ള കഴിവുകൾ ഇത് നശിപ്പിച്ച് കളയാണ് ചെയ്യുക. ആ സമയത്ത് ഇഫ് യു ടേക്ക് എസെൻഷ്യൽ ഡ്രഗ്, പിന്നെ നിങ്ങൾക്ക് എപ്പോഴാണോ ആ ഒരു ഗുഡ് ഫീലിംഗ് കിട്ടുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ഡ്രഗ് യൂസ് ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു ഭയങ്കര ഭീകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് മാറുക ചെയ്യുക. നമ്മുടെ നെർവസ് സിസ്റ്റവും നമ്മുടെ മൊത്തം കെമിക്കൽ കാര്യങ്ങൾ, നമ്മുടെ ബോഡിയിൽ ഒരുപാട് കെമിക്കൽസ് മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ഇത് കംപ്ലീറ്റ് ഈ കെമിക്കൽ ബാലൻസ് കംപ്ലീറ്റ് തെറ്റാണ് ചെയ്യുക കേട്ടോ. വിത്ത് റിപ്പീറ്റഡ് യൂസ് ദ ബ്രെയിൻ സ്റ്റോപ്സ് റെസ്പോണ്ടിങ് അല്ലെ. റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഒരുപാട് ആൾക്കാർ മക്കളെ അതായത് നമ്മുടെ ബ്രെയിന് പറയുന്നതിനനുസരിച്ച് നമ്മുടെ നമ്മുടെ എന്താ പറയാ കൈയും കാലുകളൊന്നും വർക്ക് ചെയ്യാത്തൊരവസ്ഥ വരും അല്ലെ. നമുക്ക് കറക്റ്റായിട്ട് നടക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത. അപ്പൊ നിങ്ങൾ ഈ ഷിക്കാഗോയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, അതായത് അമേരിക്കയുടെ ഒക്കെ നല്ലൊരു ഫേസ് നമ്മൾ കാണുന്നുള്ളൂ, വെരി ബ്യൂട്ടിഫുൾ ഫേസ്, വെരി ബ്രൈറ്റ് ഫേസ്. പക്ഷേ അമേരിക്കയൊക്കെ ഒരു ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ഫേസ് കൂടെ ഉണ്ട്. അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അതായത് ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് സോംബീസിനെ പോലെ നടക്കുന്ന ഒരുപാട് പേരുണ്ട്. ആക്ച്വലി അവരൊക്കെ എന്താണ്, ഈ ഡ്രഗിന്റെ ഇരകളാണെന്നാണ് പറഞ്ഞിട്ട്. അതൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുന്ന അറിവുകളല്ലേ. യു മേ ആക്ച്വലി യൂസ് ദീസ് ഇൻ യുവർ ആൻസർ ഷീറ്റ്സ്. നിങ്ങൾക്ക് ആൻസർ ഷീറ്റിലേക്ക് ഈ വിവരങ്ങളൊക്കെ എഴുതി കിട്ടും. ഷിക്കാഗോനെ കുറിച്ചൊക്കെ ജസ്റ്റ് ഒന്ന് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ വിവരങ്ങൾ കിട്ടും. അതായത് നല്ല മനുഷ്യർ എന്ത് ചെയ്യാണ് അവിടെ അല്ലെ, പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് ഉണ്ടാവും, അവർക്ക് ജനിച്ച് വീഴുന്ന കുട്ടികൾ ഓഫ് കോഴ്സ് ദേ വിൽ ബി അൺഹെൽത്തി. ഒരുപാട് മാനസികവും ശാരീരികമായിട്ട് പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ടാവും, മാനസികമായിട്ട് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള മനുഷ്യരാണ് അവിടെ ഉള്ളത് കേട്ടോ. ദെൻ the addict craves more but feels less satisfaction. കൂടുതൽ കഴിക്കും തോറും ആ സാറ്റിസ്ഫാക്ഷന്റെ ലെവൽ കുറഞ്ഞു വരികയാണ് ചെയ്യുക. losing the ability to enjoy natural pleasures. Then addicts experience sensory deprivation, feeling empty and depressed. അത് കൂടുതൽ ഡിപ്രഷനിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾ ഇപ്പം മനസ്സിലാക്കി വെക്കുക കേട്ടോ. കാരണം നമ്മൾ ഇനി +2 ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വലിയൊരു ലോകത്തേക്കാണ് കടക്കാൻ വേണ്ടി പോകുന്നത്. വലിയൊരു ലോകമാണ് നിങ്ങളെ മുന്നിലിരിക്കുന്നത്. സോ ആ സമയത്ത് നിങ്ങളുടെ തലയിൽ ഇതൊക്കെ വേണം. ഓക്കെ, അതുകൊണ്ടാണ് ഇതൊക്കെ ഇപ്പൊ പഠിപ്പിച്ചു തരുന്നുള്ളൊരു ബോധത്തോടു കൂടി. ഇത് എക്സാമിന് മാർക്ക് എഴുതി വാങ്ങിക്കുക എന്നുള്ള കാര്യം മാത്രമല്ല, ഇത് നമ്മുടെ ബോധത്തിൽ വേണം എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. ദേ ബിക്കം സസ്പീഷ്യസ്, വിത്ഡ്രോൺ ആൻഡ് ഇമോഷണലി നംബ്. ആകെ മൊത്തത്തിൽ ഒരു ശവമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ് ചെയ്യുക. Drug abuse causes serious physical problems such as liver and lung damage, infections, malnutrition, even death from overdose. Nothing good. ഒന്നും നല്ല സംഭവിക്കാനില്ല, അത്രേ ഉള്ളൂ. Drugs also change brain cell chemistry, sometimes causing permanent damage. ബ്രെയിനിനെ മൊത്തത്തിൽ താറുമാറാക്കും. അതായത് ശരീരത്തിലുള്ള എല്ലാ ഓർഗൻസിനെയും ഇത് ബാധിക്കും എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. Then the author concludes that the most dangerous effect of drugs is the subtle but severe damage to the brain which harms both the individual and society. ഇത് ആക്ച്വലി ഒരു ഇൻഡിവിജ്വലിനെ മാത്രമായിട്ട് ബാധിക്കുന്ന കാര്യമല്ല, ഒരു സമൂഹത്തിനെ, ഒരു സൊസൈറ്റീനെ അല്ല, ഒരു ഇൻഡിവിജ്വലിനെ ബാധിച്ചു കഴിഞ്ഞാൽ അത് അയാളുടെ ഫാമിലിനെ ബാധിക്കും. ആ ഫാമിലിനെ ബാധിച്ചു കഴിഞ്ഞാൽ അവരുള്ള ആ ഒരു ചുറ്റുപാടുകളെ ബാധിക്കും. അങ്ങനെ ഒരു സൊസൈറ്റീനെ ബാധിക്കുന്ന, ഒരു കമ്മ്യൂണിറ്റീനെ ബാധിക്കുന്ന, ഒരു രാജ്യത്തിനെ ബാധിക്കുന്ന വലിയൊരു വിഷയം തന്നെയാണ് എന്ത്, ഈ ഡ്രഗ് അബ്യൂസ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സോ നിങ്ങൾ ഉറപ്പായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ, സേ നോ ടു ഡ്രഗ്സ് എന്നുള്ളത്. നമ്മൾ ഡ്രഗ്സ് യൂസ് ചെയ്യില്ല അല്ലെ, എന്താണ് ഞാൻ ഈ പണി ചെയ്യില്ല, നിന്നെ കൊണ്ട് ചെയ്യിക്കുകയില്ല എന്നുള്ളത് നിങ്ങൾ താഴെ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. നമ്മൾ തന്നെ തീരുമാനിക്കുക. നമ്മുടെ കൺട്രോൾ നമ്മുടെ കയ്യിലാണ് വേണ്ടത്, വേറെ ആരും എടുത്തുമല്ല നമ്മൾ കൊടുക്കേണ്ടത്. ആ കാര്യം കൃത്യമായിട്ട് മനസ്സിൽ ഓർത്ത് വെച്ച് വെക്കുക. വലിയൊരു ലോകമാണ് നിങ്ങളുടെ മുന്നിലേക്ക് കിടക്കുന്നത്. ആ ലോകത്ത് നമ്മൾ എത്തിപ്പെടുന്ന സമയത്ത് ഒരു കാരണവശാലും എന്താവരുത്, നമ്മളൊരു തെറ്റിലേക്ക് പോകരുത്. നമ്മുടെ മൈൻഡും നമ്മുടെ ബോഡിയും നമുക്ക് നമ്മുടെ കൺട്രോളിൽ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കുക കേട്ടോ. യെസ്, സോ നമുക്ക് ഇനി നെക്സ്റ്റ് ഇതേപോലെ തന്നെ വേറൊരു ലെസണിൽ കാണാം. പിന്നെ ഇസാറ്റിന്റെ കാര്യം മറക്കണ്ട കുട്ടികളെ, ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തന്നേക്കാം. ഇസാറ്റിന്റെ കാര്യം, JEE NEET ഒക്കെ സ്വപ്നം കാണുന്ന വലിയ വലിയ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ എത്തപ്പെടട്ടെ അല്ലെ. അപ്പം അതിനുവേണ്ടി ഇസാറ്റ് എക്സാം നിങ്ങൾ എഴുതുക. ഓക്കെ, സോ നമുക്ക് ഇനി നെക്സ്റ്റ് വേറെ വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ വർണിത സൈനിങ് ഓഫ്. ബൈ.